നമസ്കാരം ജോസിലെ. നമസ്കാരം. എന്താ വിശേഷിച്ച്? ഞങ്ങൾ പ്രശ്നത്തിന് വന്നതാണ്. അതിനോ പ്രശ്നത്തിനൊന്നും അങ്ങോട്ട് വന്നില്ലാലോ. മകന്റെ ഒരു കാര്യം അറിയാന്ന് വെച്ച് വന്നതാണ്. വരിക വരിക, ഇരിക്കുക. കുടിക്കാൻ ചായ കാപ്പിയോ എന്താന്ന് വെച്ചാൽ പറയുക. ഒന്നും വേണ്ട ജോസിലെ. അല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. നോമ്പൊരു ഫോർമാലിറ്റി ഞങ്ങളുടെ പറഞ്ഞതേ ഉള്ളൂ. എവിടെയോ കണ്ട് നല്ല പള്ളിയോ അങ്ങോട്ട് പിടികിട്ടണില്ല. നമ്മളൊരുമിച്ച് പാലക്കാട് ഓർക്കുന്നുണ്ടോ തിരുമേനി? സണ്ണി. യെസ്, ഞാനാണ് സണ്ണി. അമ്പറ കേമ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചു വിട്ടോ. എന്നാലും തിരുമേനി എന്നെ മറന്നു. ഹൈ, നോം നിന്നെ മറക്ക. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നത്തിൽ പോലും നിരീക്ഷില്ല. ശംഭോ മഹാദേവ. ഈ കഴിവറമോ കുറുളപ്പം എന്നെ വന്ന് കാണേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. തനി രാവണൻ പട്ടുകല ഈ കഴിവറിക്കും. ഇതിപ്പോ 5 അല്ലേ ഉള്ളൂ. തമാശ തമാശ. പ്രശസ്ത കുളിസീം കാഴ്ചക്കാരൻ ഭൂശ്രീ ഇവന്റെ പ്രൊഫസറായിരുന്നു. മനുഷ്യ മനസ്സിനെ കുഞ്ഞാറ്റയോളം അടുത്തറിഞ്ഞിട്ടുള്ളവരിലാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ. അദ്ദേഹത്തെക്കാളും കേമനാണ് ഇവൻ. ഇവനൊരു ദിവസം 5 കുളിസീം വരെ കാണും. സമയം കിട്ടുമ്പോൾ നോമ്പും പോകാറുണ്ട്. ഈ തിരുമേനിയുടെ ഒരു കാര്യമേ. ശംഭോ മഹാദേവ. സാവിത്രിക്കുട്ടിയെ കുളിക്കാൻ കയറുകാറ്റ കുളിമുറിയുടെ ഡോർ ശരിക്കും അടച്ചേക്കണം. പാലക്കാട് സണ്ണി വന്നിട്ടുണ്ട്. സാവിത്രിക്കുട്ടി എന്റെ സ്റ്റെല്ലെ പോലെ സുന്ദരിയാണോ? ഇവിടുത്തെ ഫാൻ ഒന്ന് പറക്കിയില്ല തിരുമേനി. എന്തൊരു ഉഷ്ണം. ഉഷ്ണം ഉഷ്ണേന രമ്യാകൃഷ്ണ എന്നാണല്ലോ. നമുക്ക് കാര്യത്തോട്ട് കിടക്കാം. എന്താ ജോത്സരെ, എൻ്റെ മകൻ 25 വയസ്സായി. അവൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ കുളിസീൻ കാഴ്ച. ആരുടെ കുളിസീനാ കാണുന്നതെന്നൊന്ന് അറിയണം. അതിനാ വന്നത്. നോം കബഡി കളിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം. കബഡി 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 ഇരിക്കുക. ഇതങ്ങനെ പിടിക്കുക. ഇതെന്താ കബഡി? ഹൈ, സൂക്ഷിച്ചു നോക്ക. ആ കബഡിയല്ല കടലയാ. ഇതാകുമ്പോൾ വിശക്കുമ്പോ തിന്നാലോ. എങ്ങനെയുണ്ട് നോവിന്റെ ബുദ്ധി? മകന്റെ കാര്യത്തില് ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ടല്ലോ. അവനിപ്പോ കേതൂർ ദശയാ. കേതു തൊലിച്ചടിച്ച് മുമ്പിത്തേക്ക് പണിയൊന്നുമില്ല. മീനരാശി നട്ട കിടപ്പാ. അവൻ ആരുടെ കുളിസീനാ കാണുന്നതെന്ന് അറിയാൻ പറ്റുമോ? ആ കടവും കടേ, ആ ലൊക്കേഷനേ. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ജോത്സരെ? അവൻ ആരുടെ കുളിസീനാ കാണുന്നത് അതല്ലേ അറിയണ്ടേ. ശുക്ലാം ഭരതരം വിഷ്ണും ശശിവർണം ചതുർഭുജ പ്രസന്ന വദനം ധ്യായേ സർവവിഘ്നോപ ശാന്തേ. കാര്യം പിടിയോ? അവൻ ശാന്തയുടെ കുളിസീനാ കാണുന്നത്. അതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ? പരിഹാരമുണ്ട്. ഒരു പൂജ ചെയ്യണം. 50,000 രൂപ വരും. എത്ര വേണമെങ്കിലും തരാം. അവൻ്റെ കുളിസീൻ കാഴ്ച നിന്നാ മതി. തിരുമേനിക്ക് മക്കള് എത്ര പേരുണ്ട്? എനിക്ക് 3 പുത്രന്മാരാണ്. മൂത്തവൻ റാംജി, രണ്ടാമത്തവൻ നെൽജി, മൂന്നാമത്തവൻ മൂഞ്ചി. അവനുണ്ടായപ്പോൾ ഞങ്ങൾ മൂഞ്ചി. അതുകൊണ്ട് ഞങ്ങൾ അവനെ മൂഞ്ചി നിട്ടു. ആണോ കുഞ്ഞാറ്റ? അതെ, നോമാണ് കുഞ്ഞാറ്റ. എന്താ കാര്യം? തന്റെ മക്കളാണോ റാംജി, നൽജി, മൂഞ്ചി? 3 ഞാൻ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുക. ശിവ ശിവ, എന്താണ് ഈ കേൾക്കണ? എന്റെ ഭാര്യ ശാന്തയുടെ കുളി കാണാനായിട്ട് 3 കൂടെ വന്നതാ. 3 ഞാൻ കെട്ടിയിട്ടിരിക്കുക അവിടെ. താനൊക്കെ ഉണ്ടാക്കിയാ പോരടോ. അതിനെയൊക്കെ വളർത്താനും കൂടെ പഠിക്കണം. എടോ റോബിൻ എന്ന പേരുള്ള തേഷത്തെ താൻ ആരോടോ? നാട്ടുകാരോ?
തന്റെ തരികടയും തരികട നമ്പരും അവിടെ ചെലവാവുള്ളൂ. ഇതാണ് വേറെയാണ്. അതിന് നീ ആരാടാ? ഞാനാണ് കണിമംഗലം കോവിലകം പാണിച്ച ആ തമ്പുരാൻ, സണ്ണി തമ്പുരാൻ. കൈവിട്ടായുധവും വാവിട്ട വാക്കും രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ദി. ഓർക്കണം, ഓർത്താ നിനക്ക് നല്ലത്. കുഞ്ഞാറ്റേ, ആദ്യം തൻ്റെ മക്കളെ കുളിസിയും കാഴ്ച നിർത്ത്, എന്നിട്ട് മതി നാട്ടുകാരുടെ. വളാ. ഒലക്കഹ അടിക്കഹ പിഴക്കഹ അടിക്കഹ സന്തതി പാരമ്പര്യ